ഹായ് ഓൾ, അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അവിൽ കൊണ്ടുള്ള ഒരു എണ്ണയില്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കടന്നാലോ. ഇവിടെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 3 കപ്പ് കനം കുറഞ്ഞ അവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവിലാണ് കേട്ടോ ഇതിനേക്കാളും ഒന്നും കൂടി നല്ലത്. എനിക്കിപ്പോൾ അത് കിട്ടാത്ത കാരണമാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കപ്പലണ്ടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയും കൂടിയും വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി കപ്പലണ്ടിയും ഈ അവലും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിൽ അടിച്ച് വെക്കാം കേട്ടോ. ഇനി ഇതാ അതേ പാനിൽ തന്നെ ഒരു കപ്പ് നാളികേരം ചിരകിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നെയ്യോ, ഞാനിവിടെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതാ കുറച്ച് പാലിലേക്ക് ഒരു പിഞ്ച് മഞ്ഞ കളറും കൂടിയും ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവിലിൻ്റെയും കപ്പലണ്ടിയുടെ മിക്സും കൂടി മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇതിപ്പോൾ വെള്ള അവിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞ കളറായി തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി കൂടി ഒരു ചുവന്ന അവിലായ കാരണമാണ് ഈ കളറായിരിക്കുന്നത്. വളരെയധികം ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ പുരട്ടിയ ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഉരുള പിടിച്ചെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു എണ്ണയില്ല അവിൽ കൊണ്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. ഇതിന് മുകളിലായി വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടി കാഷ്നട്ട് ഒന്ന് നെയ്യിൽ വറുത്ത് നമുക്കിതിന് മുകളിൽ വെക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു കപ്പലണ്ടി നമുക്ക് 2ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോന്നായി ഇങ്ങനെ വെറുതെ വെച്ച് കൊടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.